ഹായ് ഓൾ, ദിസ് ഇസ് സൺഡേ ഈവനിങ് ഈവനിങ് ടു മോർണിംഗ് ടു ഈവനിങ്. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തുകൊണ്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി ഞാൻ അറിയിക്കുന്നു കേട്ടോ. എന്തായാലും നിങ്ങളുടെ കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഇന്നൊരു നടത്തി വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ കേട്ടോ. അപ്പോൾ ഞാനും ടൊണ്ടും കൂടെ ഒന്ന് കട വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇന്ന് സൺഡേ അല്ലേ, സൺഡേ വ്ളോഗാണല്ലോ. സൺഡേ ആയിട്ട് നമ്മുടെ കിച്ചണിൽ ഇത്തിരി സ്പെഷ്യലൊക്കെ ആവാമെന്ന് വിചാരിച്ചു. സ്പെഷ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളെ എൻ്റെ കിച്ചണിൽ നിന്ന് ബിരിയാണിയുടെ സ്മെല്ലൊക്കെ വന്നിട്ട്, അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ചിക്കൻ ബിരിയാണി ഇങ്ങ് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. എൻ്റെ ബിരിയാണി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ ഞാൻ ഇന്നലെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ മസാലയൊക്കെ പുരട്ടി മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ബാക്കി അതിനകത്ത് കുറച്ച് ഐറ്റംസ് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പോയത്. അപ്പോൾ അവിടെ നല്ല നീലൻ മാങ്ങ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ മാങ്ങ രണ്ടെണ്ണം വാങ്ങിച്ചു. സ്നാക്സായിട്ട് അത് കൊടുത്തു വിടാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ മാങ്ങ വാങ്ങിച്ചുകൊണ്ട് ടൊണ്ടുവിൻ്റെ ഇണക്കങ്ങളൊക്കെ തീർത്ത് ഞങ്ങളുടെ പതുക്കെ വീട്ടിലേക്ക് വന്ന് പിന്നെ ചിക്കൻ കറിക്കുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇന്ന് വലിയ വെയിലൊന്നും പറയാനില്ല, എന്നാലും വലിയ മഴ ഒന്നും പറയാനില്ല. ഒരു ചെറിയ നോർമൽ ഒരു കാലാവസ്ഥ, വെയിലും ഇല്ല മഴയില്ലാത്തൊരു കാലാവസ്ഥ. തുണികളിട്ടാൽ ഉണങ്ങോ എന്ന് ഉണങ്ങൂല, അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ കൂട്ടുകാരോട് ചോദിക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ, ഈ മാല ഞാൻ പല വീഡിയോകളിൽ മാറ്റി മാറ്റി ഇട്ടപ്പോൾ ഇതെവിടുന്ന ചേച്ചിന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതൊരു 5 മാലയുടെ സെറ്റാണ്. ഇത് പേർലാണ്. പിന്നെ വേറെ വേറെ ഡിസൈനുകളുടെ ലോക്കറ്റുള്ളതുണ്ട്. നല്ല അഫോർഡബിൾ റേറ്റ് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇഷ്ടമുള്ളൊരു ഫ്ലിപ്കാർട്ടിൽ അടിച്ചു കൊടുത്താൽ കിട്ടും, നല്ലതാണ്. പെട്ടെന്ന് കളറൊന്നും പോലും നല്ല ലാസ്റ്റ് പല എല്ലാ ഡ്രസ്സും ഇങ്ങനെ മാച്ച് ചെയ്തിട്ടിട്ട് പോകാം കേട്ടോ. അങ്ങനെ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതയ്ക്കാനുള്ള ക്ഷമ പോലും ഇല്ലാണ്ട് ഞാനത് പിന്നെ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. മിക്സി കംപ്ലൈൻ്റ് ആയതല്ല കേട്ടോ, മിക്സി പുതിയ മിക്സിയാണ്, നമ്മുടെ സുജാത ചേച്ചിയുടെ മിക്സിയാണ്. ആ സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റാണ്. എൻ്റെ കണവൻ്റെ അടുത്ത് ഞാൻ എന്നും വരുമ്പോൾ പറയാം അതൊന്ന് ശരിയാക്കി തട്ടുന്നു, ആ മനുഷ്യൻ കേൾക്കില്ല. അതുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മാത്രം അത് ഓണാവും. അതിൻ്റെ സ്വിച്ചിൻ്റെ എന്തോ പ്രശ്നമാണ്. ചിലർ ചോദിച്ചിങ്ങനെ ഞെക്കി പിടിക്കുന്നുണ്ട് ചേച്ചി മിക്സി കംപ്ലൈൻ്റ് ആണോ. മിക്സി കംപ്ലൈൻ്റ് അല്ല, മിക്സി പുതിയതാണ് കേട്ടോ. മിക്സിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല, സുജാതയുടെ നല്ല സൂപ്പർ മിക്സി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചിക്കൻ കറിയുടെ റെസിപ്പി ഞാനങ്ങനെ ഇതിൽ പറയില്ല. ഞാൻ പല മുന്നേ എൻ്റെ റെസിപ്പി വീഡിയോകൾ ചിക്കൻ കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ട ചിക്കൻ കറി ഞാൻ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. നിങ്ങളൊന്ന് ജിസ്സീസ് റെസിപ്പീസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് ബാച്ചിലേഴ്സിനൊക്കെ വയ്ക്കാൻ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ കറി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് കയറി കണ്ട് അതുപോലെ ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കണ്ട. ഇഷ്ടമാകുമെന്ന് അറിയില്ലേ, ഞാൻ ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടു, എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടു, അതൊന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് മാത്രം. നിങ്ങൾ ഉണ്ടാക്കുന്നത് വേറെ മെത്തേഡാണോ എന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കുന്നു മാത്രം. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഒരു തലത്തിൽ കൂടെ തകർത്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോൾ തുടങ്ങും. ബിരിയാണി ഉണ്ടാക്കാൻ ഞാൻ പിന്നെ പൊതുവെ എക്സ്പേർട്ട് ആണല്ലോ. എപ്പോഴും മിക്ക സൺഡേസിലും അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ചിക്കൻ വാങ്ങിക്കൽ കുറഞ്ഞതുകൊണ്ട് മാത്രം ബിരിയാണി നിർത്തി വെച്ചേക്കായിരുന്നു. ഇപ്പം പിന്നെ കുറേ നാളായിട്ട് കഴിച്ചില്ല. പെട്ടെന്ന് ബിരിയാണി തിന്നാനൊരു കൊതി, അപ്പോൾ വീണ്ടും ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ചിക്കനും ബിരിയാണിയും വയ്ക്കാമെന്ന് തീരുമാനിച്ചത്. ബിരിയാണിയുടെ റെസിപ്പിയും ചാനലിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് ഈ റെസിപ്പീസിൽ ബിരിയാണി അടിച്ചു കൊടുത്താൽ കിട്ടും. കാണാത്തവർ അതൊക്കെ ഒന്ന് കയറി കണ്ട് അതുപോലെയൊക്കെ ഒന്ന് വെച്ച് പിള്ളേർക്കൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടാമെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. അങ്ങനെ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻസും എല്ലാ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ചിക്കനൊക്കെ ഇട്ടു. അങ്ങനെ ചിക്കനിട്ട് നല്ലപോലെ ഇളക്കി അതൊക്കെ ഒന്ന് തട്ടിക്കൊത്തി വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചിട്ട് പിന്നെ ഗ്രേവി വേണ്ടവരെ, അല്ലാത്തവരിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ തട്ടിക്കൊത്തി വെച്ച് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറി ഊറി വരും. പിന്നെ അല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് ഗ്രേവി പരിവാക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് നാളത്തേക്ക് വറുക്കാനായിട്ട് കുറച്ച് കഷ്ണങ്ങൾ വേണം. അതിനാണ് ഞാൻ തിരഞ്ഞ് അതിൽ നിർത്തുന്നത്. ബാലൻസ് എടുത്ത് ഫ്രീസറിലേക്ക് നേരെ കയറ്റി വയ്ക്കുന്നത്. നാളെ സ്കൂളിൽ പോകുമ്പോൾ 2-3 പീസ് വറുത്ത് കൊടുത്താൽ അവർക്കും സന്തോഷമാവുമല്ലോ. സ്കൂളിൽ ചിക്കനൊക്കെ വറുത്തുകൊണ്ടിരുന്ന ഒരു ഇത്, അപ്പോൾ പിള്ളേർക്കും ഒരാഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ചിക്കൻ അങ്ങനെ തന്നെ ഞാൻ ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ നല്ല റോസ്റ്റ് പരിവായിട്ട് വരും. അഥവാ ഗ്രേവി വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്രേവി പരുവത്തിലും വരും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് റുണ്ട് അവിടെ എന്തോ വിശേഷങ്ങൾ പറയാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് സൺഡേ ക്ലാസ്സിന് പോയേക്കണ്ട, അവൾ വരുന്നതിന് മുന്നേ ഇതൊക്കെ റെഡി ആയിട്ടിരിക്കണം, എന്നാലും വരുമ്പോൾ തന്നെ അവൾക്കത് കഴിക്കാൻ പറ്റുള്ളൂ. വിശക്കുന്നേ എന്ന് പറഞ്ഞ് എനിക്ക് കയറി വരുന്നത്.
അപ്പോൾ അതുകൊണ്ട് വരുന്നതിന് മുന്നേ ബിരിയാണിയും ചിക്കനും ഒക്കെ റെഡി ആയിട്ടിരിക്കണം. ആളൊന്ന് പാല് മാത്രം കുടിച്ചിട്ട് ആൾ പോയത്. അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് വേണം ഞാൻ ഉണ്ടാക്കാൻ കൊടുക്കാനായിട്ട്. പിന്നെ ബിരിയാണിക്കായിട്ട് നെയ്യൊക്കെ എടുത്ത് അങ്ങനെ അതിനകത്ത് സ്പൈസസ് ഒക്കെ ഇട്ട് അവിടെ ബിരിയാണി തകൃതിയായിട്ട് ഒരു തരത്തിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. വെയിൽ വന്നു എന്ന് വെച്ചാൽ വെയിൽ വന്നു. തുണികൾ കുറച്ച് കൊണ്ട് അവിടെ ഇട്ടിട്ടുണ്ട്. അതവിടെ കിടന്ന് ചൂടാവട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് തുണികൾ അവിടെയും കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കനും ബിരിയാണിയും 2 സ്റ്റവിൽ ഇരുന്ന് ഇങ്ങനെ 2 ബർണറിൽ ഇരുന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പണികളൊക്കെ ഏകദേശം അങ്ങനെ ലാസ്റ്റ് നിമിഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബിരിയാണിയും ഇതും ഏകദേശം ഒപ്പത്തിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കനും ഗ്രേവിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ബിരിയാണി ഒരു അപ്പുറത്തേക്കും തിളയ്ക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ സാലഡിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ തൈര് വാങ്ങിയിട്ട് വന്നിരുന്നായിരുന്നു. തൈര് കട്ടിമോരെന്നൊക്കെയാണ് അതിന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ പാത്രത്തിലേക്ക് ഒഴിച്ചപ്പോൾ നല്ല സൊറ വെള്ളം മാറ്റിയിരിക്കുന്നത്. എന്താ പറ്റിയെന്ന് ഒരു രക്ഷയില്ല. ഒരു കട്ടിയിൽ ഒന്നുമില്ല, ചുമ്മാ വെള്ളം മാതിരി എങ്ങാണ്ടിരിക്കുകയായിരുന്നു. സാലഡ് ഉണ്ടാക്കിയിട്ട് വെള്ളം പോലെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്കറിയില്ല ഇതെന്ത് മറിമായാണെന്ന്. ഓൾഡ് സ്റ്റോക്കാണോ എന്താണോ എന്നറിയില്ല. എന്നാലും ബിരിയാണിയുടെ സാലഡ് വേണ്ടേ, അപ്പോൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കഴിച്ചു എന്ന് മാത്രം. പിന്നെ ഇനി സാലഡൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം വേറെ കാര്യങ്ങളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ പാത്രങ്ങൾ അധികം ഒന്നുമില്ല, 1-2 പാത്രങ്ങൾ അതിനകത്ത് കിടന്നത്. അപ്പോൾ ഒന്ന് വേഗം ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ പിന്നെയും പറയുകയാണ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കണം കേട്ടോ. എന്നാലും വരും വീഡിയോയിൽ അതൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ച് ഞാൻ അതിനെല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. എന്നാലും വരും വീഡിയോയിൽ അതൊക്കെ പരിഹരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കും കേട്ടോ. അപ്പോൾ 1-2 പാത്രങ്ങൾ കിടക്കുന്നതൊക്കെ ഞാൻ വേഗം കഴുകി മോര് വെച്ച്. ഇനിയിപ്പോൾ പുറത്ത് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. മുറ്റമൊക്കെ ഒന്ന് നല്ലപോലെ അടിച്ച് വാരണം. പിന്നെ കുറച്ച് കിണറിൻ്റെ സൈഡിൽ കുറച്ച് പുല്ലൊക്കെ പറിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം ഓൾമോസ്റ്റ് റെഡി. സ്റ്റൗവൊക്കെ ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫ്രോക്ക് നൈറ്റി കണ്ടിട്ട് നാളെ കമൻറ്റ് ഇട്ട് ചോദിച്ചു, ചേച്ചി ഇത് എവിടെ നിന്നാണ്? ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല ഫ്രോക്കാണ് കേട്ടോ. ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല, കുഴപ്പമില്ല, നല്ലതാണ്. ധൈര്യമായിട്ട് വാങ്ങിക്കാൻ കേട്ടോ. അങ്ങനെ കളറ് പോവേ ചുരുങ്ങി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നല്ല ഫ്രോക്ക് നൈറ്റിയാണ്. വാങ്ങിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ കമൻറ്റിൽ കണ്ടായിരുന്നു ചേച്ചി ഫ്രോക്ക് നൈറ്റി വന്നതെന്ന്. അപ്പോൾ ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ മറന്നുപോയി. ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ മറന്നുപോയത് ഏതാണെന്നല്ല. പക്ഷെ നല്ല ഫ്രോക്ക് നൈറ്റി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലീനാക്കി. പിന്നെ ഇനി അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ വാങ്ങിച്ച സാധനങ്ങൾ കാടമൂട്ട സാധനങ്ങളൊന്നും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ താഴെ ഇരുന്ന പെട്ടെന്ന് ചിക്കൻ ഞാനത് താഴെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഞാനത് ഫ്രീസറിലേക്ക് മാറ്റിയപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. പിന്നെ കുറച്ച് നേരത്തേക്ക് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് അപ്പച്ചൻ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പച്ചനും തുണ്ടുമോളും കൂടിയാണ്ട് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ബിരിയാണി. എൻ്റെ കഴിക്കൽ ഞാൻ കഴിഞ്ഞു, പിന്നെ അവർ കഴിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ ബാക്കിയത്തെ പരിപാടികൾക്കൊക്കെ പോയി. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് വൈകുന്നേരമാണ് കേട്ടോ. 5 മണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വന്നത്. അപ്പം മാവ് ആട്ടി വെക്കാനായിരുന്നു. അപ്പം നേരത്തെ ആട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പൊന്തിയില്ലെങ്കിലോ, ഞാൻ എന്നും 8 മണി കഴിഞ്ഞിട്ടാണ് ആട്ടി വെക്കാറ്. അപ്പോൾ എന്നോട് കമൻറ്റിൽ ഒരു ചേച്ചി പറഞ്ഞു, മോളെ നേരത്തെ അത് ആട്ടി വെക്കുക, അപ്പോഴാണ് നന്നായിട്ട് പൊന്തുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് വെച്ച് ഞാൻ വേഗം കുളി കഴിഞ്ഞ് വന്നിട്ട് അതൊന്ന് ആട്ടി വെക്കാമെന്ന് വെച്ചു. ആട്ടി വെക്കാൻ തിരക്കുടിക്കുന്നത് എന്താണെന്നറിയോ? 7 മണിക്ക് ബിഗ് ബോസ് തുടങ്ങും. അത് കാണാൻ വേണ്ടി ജാഗ്രത പിടിച്ചിരിക്കുകയാണ് എല്ലാവരും, ഞാനും എൻ്റെ മോളും കൂടി. അപ്പോൾ അതിന് മുന്നേ വേഗം പണികൾ തീർത്തിരിക്കുകയെന്ന് വിചാരിച്ചിട്ട് നേരത്തെ പണികൾ കഴിഞ്ഞ് കുളിച്ച് ഞാൻ ദേ മാവ് ആട്ടി വെക്കുന്നുണ്ട്. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞു. പിന്നെ കിച്ചൺ ക്ലോസ് ചെയ്ത് പിന്നെ വേറെ പണിയൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വേഗം മാവ് ആട്ടി വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്കാണ് ആട്ടി വെക്കുന്നത്. അപ്പോൾ ആട്ടി വെക്കുമ്പോൾ ഇതിനകത്ത് 2 ഐസ് ക്യൂബ് ഇട്ട് ആട്ടി വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊന്തി വരും കേട്ടോ. മിക്സിയുടെ ജാറ് ചൂടാവാത്ത രീതിയിൽ നല്ല രീതിയിൽ തണുത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ ഐസ് ക്യൂബോ ഇട്ട് അരയ്ക്കുകയാണെങ്കിൽ നല്ല പഫിയായിട്ടുള്ള ഇഡ്ഡലി കിട്ടും കേട്ടോ. നല്ല തണുത്ത ഇതിലിട്ട് അടിക്കുകയാണെങ്കിൽ പിന്നെ. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം മാവാട്ടി വെക്കട്ടെ കേട്ടോ. മാവാട്ടാനായിട്ട് മിക്സിയിൽ തിരിച്ചപ്പോഴേ അതിന് അസുഖം തുടങ്ങി. എന്ത് ചെയ്താൽ ശരിയാവില്ല. അത് അതിൻ്റെ സ്വിച്ചിന് എന്തോ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. അതുമ്പോൾ ഞെക്കി പിടിക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് നനഞ്ഞ കൈയല്ലേ, പേടിച്ച് അങ്ങനെ ഞെക്കി ഞാൻ പിടിച്ചു. അങ്ങനെ പിന്നെ ഞാൻ ഐസ് ക്യൂബ് എടുക്കാൻ വേണ്ടി ഫ്രീസർ തുറന്നപ്പോൾ വേറൊരു രംഗം അതിനകത്ത് കണ്ടത് കേട്ടോ. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാൻ തൊട്ടാന്ന്. അങ്ങനെ ഐസ് ക്യൂബ് ഇട്ട് വീണ്ടും ഞാനത് മാവ് ആട്ടി വെക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ രൂപത്തിൻ്റെ അവിടെ തിരി കത്തിക്കാറായിട്ടുണ്ട് കേട്ടോ. 6 മണിയൊക്കെ ഏകദേശം ആവാറായിട്ടുണ്ട്. ഇപ്പം നേരത്തെ തിരി കത്തിച്ച് വെക്കണമല്ലോ. അപ്പോൾ ഞാൻ ഐസ് ക്യൂബ് ഇട്ട് അരച്ച് എടുക്കുന്നുണ്ട്. പിന്നെ അത് ഇത്തിരി കൂടി ഒരു കപ്പ് ചോറും കൂടി അരച്ചിടണം. അപ്പം നല്ല പഫി ആയിട്ടുള്ള ഇഡ്ഡലിയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അത് അരച്ചിട്ട് നന്നായിട്ട് കൈ വെച്ച് ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കണം മാവ്. ഒരു 10 മിനിറ്റോളം നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ കിട്ടും. നന്നായിട്ട് പൊന്തി വരും കേട്ടോ. അപ്പോൾ ഇതൊരു ടിപ്പാണ് കേട്ടോ. ഞാൻ പല വീഡിയോയിലും കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ നല്ലത് അതൊക്കെ സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഞാനിത് പറഞ്ഞു തരുന്നത്. അങ്ങനെ മാവാട്ടിൽ ലാസ്റ്റ് നിമിഷത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ചോറും കൂടെ അരച്ച് അതിനകത്ത് ഇടുന്നുണ്ട്. ഇവിടെ ബിരിയാണി ആയതുകൊണ്ട് വീട്ടിൽ പോയി ചോറ് വാങ്ങിച്ചു നിന്നിട്ടാണ് അരച്ചത് കേട്ടോ. അങ്ങനെ ചോറും അരച്ച് വെച്ചു. പിന്നെ കൈ എടുക്കാതെ 5 മിനിറ്റ് ഇതിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. 5-10 മിനിറ്റ് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ നല്ലതാണ്. അത്രയും എന്തോരം നേരം കൂടുതൽ ഇങ്ങനെ ഇളക്കിയെടുക്കുന്നു അത്രയും നല്ല രീതിയിൽ ഇഡ്ഡലിയും ദോശയും വരും. ഞാൻ വീഡിയോയിൽ അത് പറയുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ വോയിസ് കട്ട് ചെയ്തു. ബിഗ് ബോസ് കാണാനുള്ള ആഗ്രഹം കൊണ്ട് എല്ലാ പണിയും നേരത്തെ തീർത്തുന്ന എല്ലാ വീട്ടമ്മമാരും ടി വിയുടെ മുന്നിലായിരിക്കും ബിഗ് ബോസ് മോഹൻലാലിൻ്റെ ഷോ കാണാനായിട്ട്. ഞാൻ ബിഗ് ബോസിന് അഡിക്റ്റാണ്. 24/7 എല്ലാ ഷോയും ഞാൻ സമയത്ത് കണ്ടിരിക്കുന്നത്. ഫോണിലല്ലെങ്കിൽ ടി വിയിലല്ലെങ്കിൽ ഫോണിൽ ഞാൻ എപ്പോഴായാലും കണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബിഗ് ബോസിന് അഡിക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ. എല്ലാ സീസണും ഞാൻ മുടങ്ങാണ്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ 7 സീസൺ വരെ ഞാൻ 7 കൂടി മുടങ്ങാണ്ട് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ മാവാട്ടലൊക്കെ കഴിഞ്ഞ് വീണ്ടും മറ്റേ ഫ്രീസറിൽ ഇതിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വേറൊരു ടീമുകാർ അതിനകത്ത് വെള്ളം നിറച്ച് ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഞാനില്ലാത്ത സമയത്ത് അതെടുത്ത് വായിലിട്ട് കടിച്ച് ചുമ വരുത്തി വയ്ക്കാനുള്ള പരിപാടിയാണ് ഇട്ടത്. പിന്നെ വേഗം അടുക്കളത്തെ പണിയൊക്കെ കഴിഞ്ഞ് ബിഗ് ബോസ് തുടങ്ങി. അപ്പോഴേക്കും ഞാൻ വേഗം രൂപത്തിൻ്റെ അവിടെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് രൂപത്തിൻ്റെ അവിടുത്തെ ലൈറ്റൊക്കെ ഇട്ടുകൊണ്ടെങ്കിൽ ഞാൻ വേഗം ടി വിയുടെ മുന്നിലേക്ക് ഇരിക്കട്ടെ. 7 മണിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തോളൂ. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും ഒരു വീഡിയോയിൽ കാണാൻ കേട്ടോ. അപ്പം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബായ്. ഇതേ ഡുണ്ടുമോൾ നിങ്ങൾക്ക് ബായ് തരുന്നുണ്ട്. ബായ് എല്ലാവർക്കും.